വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയ്ക്കാണ് പെരുമ്പാവൂർ സാക്ഷ്യം വഹിച്ചത്. രാജീവ് രാജീവൻ എന്ന പേരുകാർ ഒരുമിച്ചപ്പോൾ രാജീവം 2025 ജനശ്രദ്ധ പിടിച്ചുപറ്റി. മാർച്ച് 2 ലോക രാജീവ് ദിനമായി ആഘോഷിക്കാനുള്ള പ്രമേയം യോഗത്തിൽ അംഗീകരിച്ചു. രാജീവ് രാജീവന്മാരുടെ കൂട്ടായ്മയുടെ വിശേഷങ്ങളിലേക്ക്. രാജീവേ എന്ന് വിളിച്ചാൽ നൂറുകണക്കിന് പേർ വിളി കേൾക്കുന്ന പുതുമയുമായി രാജീവം 2025 സംഘടിപ്പിച്ചു. പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച രാജീവ് രാജീവൻ എന്ന പേരുകാരുടെ സംസ്ഥാനതല കൂട്ടായ്മയായ രാജീവം 2025 കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. 34 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള 400ഓളം രാജീവുമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ലോകത്തിലെ രാജീവ് രാജീവൻ എന്ന പേരുകാർക്കായി മാർച്ച് 2 ലോക രാജീവ് ദിനമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം യോഗത്തിൽ അംഗീകരിച്ചു. ലഹരിക്കെതിരെ വലിയൊരു ക്യാൻവാസിൽ ഒപ്പുശേഖരണം നടത്തുകയും സമൂഹത്തിന് ദിശാബോധം നൽകുന്ന പദ്ധതികൾക്ക് രൂപം നൽകാനും യോഗം തീരുമാനിച്ചു. ശബരിമല മുൻ മാളികപ്പുറം മേൽശാന്തി വൈക്കം രാജീവ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 65 വയസ്സ് പൂർത്തിയാക്കിയ രാജീവന്മാർ ചേർന്ന സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു കൗതുകമാണ്. ഇപ്പൊ നമുക്ക് കൗതുകമാണ്. എല്ലാവരും രാജീവ് എന്ന് വിളിച്ചാൽ 100-200 രാജീവ്മാർ തിരിഞ്ഞു നോക്കുന്ന ഒരു കൗതുകം. ഈ കൗതുകം പക്ഷേ ഒരു കൗതുകം അധികം നാൾ നീണ്ടു നിൽക്കില്ല. 1-2 പ്രാവശ്യം കഴിഞ്ഞാൽ കൗതുകം കഴിഞ്ഞു. പിന്നീട് നമുക്കിനി നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വേണം. രാജീവം ഗ്രൂപ്പിന് ഐഡൻറ്റിറ്റി വേണം. അതെന്തായിരിക്കണം എന്നുള്ളതാണ്. ഇന്നലെകൾ കൗതുകമാണെങ്കിൽ ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെ ഭാവിയിലേക്ക് നമ്മൾ പോയാൽ മാത്രമേ ഇതൊരു വെറും വാട്സാപ്പ് ഗ്രൂപ്പ് എന്നതിൽ നിന്നും മാറിക്കൊണ്ട് തന്നെ നല്ലൊരു കൂട്ടായ്മയായിട്ട് മാറ്റാൻ നമുക്ക് കഴിയുള്ളൂ. കലാപരിപാടികളും അരങ്ങേറി. സംസ്ഥാന കോർഡിനേറ്ററായി പെരുമ്പാവൂരിലെ PK രാജീവിനെയും ഓരോ ജില്ലകളിലേക്കും 2 വീതം കോർഡിനേറ്റർമാരെയും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.